നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്, നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഈ ഒരു ശനിമാറ്റത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്. ഇപ്പോൾ കുറച്ച് അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ബ്ലോക്ക് ആക്കിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെസ് കോണ്ടാക്ട് ഉള്ളവർ ശ്രദ്ധിക്കുക, ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്, ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് 6 ഓഫ് വാൻഡ്സ് ആണ്. പേജ് ഓഫ് പെന്റിക്കിൾസ്, ദ ഹെർമിറ്റ്, 6 ഓഫ് കപ്സ്, 5 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, Justice, 5 of Swords, Page of Cups, Two of Pentacles, 5 of Pentacles, Queen of Swords, The World card. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം നടക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു വഴക്കുണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്, ചീറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നിങ്ങളോട് ചിലപ്പോൾ നല്ല രീതിയിലൊന്നും നിൽക്കുന്നുണ്ടാവില്ല, അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഉണ്ടാവില്ല, അവരെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കോണ്ടാക്ട് കുറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുക എന്നുള്ളതല്ലാതെ കറക്റ്റായിട്ട് ഒരു ആൻസർ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളും ഒരുപാട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടാവാം. അത് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, എന്താണ് റീസൺ എന്ന് അറിയാതെ. കാരണം അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കോണ്ടാക്ട് ഇല്ലാതെ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക ഈ റിലേഷൻഷിപ്പിൽ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് കൺഫേം ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല അവര് ഈ ഒരു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവര് നിങ്ങൾ വഴക്കിട്ടതിന് ശേഷം അവർ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവാം, അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു, അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ ചിലർക്ക് ഇതായിരിക്കും മാച്ച് ആവുക. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതിൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായിട്ട് അകന്നു പോയ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആയിട്ടുള്ളവർക്ക് മാത്രം കേട്ടോ. നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു പേഴ്സൺ
നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് റീസൺ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ അതിൻ്റെ പേരിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു മെച്വേർഡ് അല്ല. അവർ ഒരു സീരിയസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല അവർക്ക് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ചില സമയത്ത് നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതൊക്കെ അവരുടെ ഒരു ക്യാരക്ടർ, അവർ ഒരു കുട്ടിത്തം അല്ലെങ്കിൽ അവർ ഒരു മെച്യൂർഡ് അല്ലാതെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത ഒരു സ്വഭാവമാണ് അവർക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു സിറ്റുവേഷൻ പെയിൻഫുൾ ആണ് എന്നുള്ളതൊന്നും അവർ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതിനെ ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫുൾ എഫേർട്ടും അല്ലെങ്കിൽ ഫുൾ ഫോക്കസും ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്താണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ അവരുടെ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് മാത്രമേ ഇതിനെ കാണുന്നു. അതിനത്രയും സീരിയസ്നെസ് ഇവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലൊരു ആത്മാർത്ഥത അവരിതിന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു സോൾമേറ്റ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴോ എൻഡ് ആവേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഫീൽ ചെയ്യുന്നു. കാരണം അവർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് തോന്നാത്ത ഒരു കണക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലൊക്കെ എത്തിയ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പക്വത കാണിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലൊരു ഡിസിഷനാണ് എടുക്കുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പക്വതയോട് കൂടി അതിനെ കാണാനോ സമീപിക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിലോട്ട് ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് തോന്നുവാണ്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് നിങ്ങളിങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയാലും നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിന്നാൽ പോലും നിങ്ങൾക്ക് ഇതിന്നും വിട്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നില്ല. അവർ ഈ ഒരു ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങളാണ് എപ്പോഴും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട്, അവരാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് എപ്പോഴും പോകുന്നത്. നിങ്ങളാണ് ഇവിടെ ഒറ്റയ്ക്കാവുന്നത്. അപ്പം നിങ്ങൾക്കാണ് അതിൻ്റെ ഫീലിങ്സ് കൂടുതൽ കിട്ടുന്നത്. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയാലും നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 6 ഓഫ് വാൺസ് എനർജി കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നാണ്. ഓക്കെ, അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് അവരുടെ ആ ഒരു മെച്യൂരിറ്റി കുറവുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടൊക്കെയാണ് അവരങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ചിലർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ ബേസിസിൽ നിങ്ങളുമായിട്ടുള്ള വഴക്കിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുവാണ്. പക്ഷേ എങ്കിലും നിങ്ങളുടെ സ്നേഹം ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഡെപ്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ സ്നേഹം ഇവിടെ കണ്ടോ നഷ്ടപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്നാണ് കാണുന്നത്. അവിടെ 6 ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർ ബ്ലെസ്ഡ് ആണെന്ന് പറയുന്നു. മിഷൻ എന്നാണ് പറയുന്നത്. അവരിപ്പോൾ ഒരു മിഷനിലാണ്. അവരുടെ ലൈഫിൽ കുറച്ച് ലൈഫ് പർപ്പസിലോട്ട് അവർ പോവുകയാണ്. അവർ ചിലപ്പോൾ കരിയർ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. അവർക്ക് കരിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിഷൻ ഉണ്ടായിരിക്കാം കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് അവർക്ക് ഉണ്ടാവും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
കാർമിക് ബാറ്റിൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു കാർമിക് ബാറ്റിലാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു കർമ്മ ക്ലിയറൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മ ക്ലിയറൻസിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഇവിടെ പറയാനുള്ളത് ആയിട്ടുള്ള ആളുകൾക്കും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കും ലവേഴ്സിനും എല്ലാവർക്കും റെസിനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് കേട്ടോ. ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു ഹീലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അല്ലാതെ നിങ്ങളുടെ ഒരാളുടെ മാത്രം എടുക്കുന്ന റീഡിംഗ് അല്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും വെക്കുക. അല്ലാതെ ഇത് എൻ്റെ റീഡിംഗ് ആണെന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ചിലർക്ക് റെസിനേറ്റ് ആവാം, ചിലർക്ക് റെസിനേറ്റ് ആവില്ല. ആവാത്തതിൻ്റെ പേരിൽ ഇത് എനിക്ക് റെസിനേറ്റ് ആയില്ല അല്ലെങ്കിൽ ഇതെൻ്റെ റീഡിംഗ് അല്ല, നിങ്ങളുടെ റീഡിംഗ് അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ എടുക്കണ്ട. പിന്നെ ഞാൻ സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സന്യാസത്തിന് എല്ലാവരും കൂടി കാവ്യ എടുത്തു പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടി കുറച്ച് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ആരിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ മറ്റൊരു പേഴ്സണിലേക്കാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചിന്ത അവരെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ഫോക്കസ് മാറ്റിയിട്ട് കുറച്ച് ഫോക്കസ് നിങ്ങൾക്ക് കൂടി കൊടുക്കുക, കുറച്ച് നിങ്ങളിലേക്ക് കൂടി ഫോക്കസ്ഡ് ആവുക. അപ്പോഴാണ്, അതിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ്, അല്ലാതെ സന്യാസം സ്വീകരിച്ച് നാട് വിട്ടു പോവുക എന്നുള്ളതല്ല. ഓക്കെ. അപ്പോൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. നമുക്ക് ഒന്നും കൂടി ഷഫിൾ ചെയ്യാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലോട്ട് മാറേണ്ട സമയമായിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സേഫ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെയിൻ ആണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. റീകൺസിഡർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി റീകൺസിഡർ ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. യു ആർ റെഡി എന്നാണ് പറയുന്നത്. നിങ്ങൾ റെഡി ആവേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണെ അവർ നോക്കേണ്ട സിറ്റുവേഷൻ എൻഡ് ആക്കി വരുവാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കേണ്ട ഒരു ടൈമാണെന്നാണ് പറയുന്നത്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ പോകുന്നത് അധികം വൈകാതെ നിയർ ഫ്യൂച്ചറിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു റീയൂണിയൻ ഉണ്ടാവും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ പി, ചോതി, ലെറ്റർ എച്ച്, രോഹിണി, ജൂൺ, ഉത്രട്ടാതി, 1989, 1999, മെയ്, പൂരാടം, മകീര്യം, 1998, മാർച്ച്, ലെറ്റർ എസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.